പഞ്ചാബിൽ നിന്ന് തെന്നിന്ത്യ കീഴടക്കിയ സുന്ദരികൾ ഒരുപാടാണ്. ഒരു കാലത്ത് തെന്നിന്ത്യയിലെ അല്ലെങ്കിൽ തമിഴ് സിനിമയിലെ ഹോട്ട് ഗേളായ സിമ്രാൻ പഞ്ചാബിൽ നിന്ന് തെന്നിന്ത്യ കീഴടക്കിയ യുവതിയാണ്. സിമ്രാന് മുമ്പ് പഞ്ചാബിൽ നിന്നെത്തി തെന്നിന്ത്യ കീഴടക്കിയ ഒരു നടിയുണ്ടായിരുന്നു. ആ നടി തെന്നിന്ത്യയിൽ ഏറ്റവും വിലപിടിപ്പുള്ള നായികയും ആയിരുന്നു. ആ നടിയുടെ പേര് സ്വപ്ന. സ്വപ്ന ആദ്യമായി ശ്രദ്ധ നേടുന്നത് കമൽഹാസനെ നായകനാക്കി ഭാരതിരാജ സംവിധാനം ചെയ്ത ടിക് 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 എന്ന ചിത്രത്തിലൂടെ. ഈ ചിത്രം വലിയ ഹിറ്റായി മാറി. സ്വപ്ന ഈ ചിത്രത്തിലൂടെ തമിഴ്നാട്ടിൽ ഒരു തരംഗമായി മാറി. ശരീര പ്രദർശനത്തിന് യാതൊരു വിമുഖതയും കാണിച്ചിരുന്നില്ല സ്വപ്ന. എത്ര വേണമെങ്കിലും തൻ്റെ ശരീരം പ്രദർശിപ്പിച്ചോളൂ എന്നാണ് സ്വപ്ന സംവിധായകരോട് പറഞ്ഞത്. 1981 തന്നെ തൃഷ്ണ എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലും തരംഗമായി സ്വപ്ന. തൃഷ്ണ IV ശശിയും MT വാസുദേവൻ നായരും ഒരുക്കിയ ചിത്രമായിരുന്നു. ഈ ചിത്രത്തിൽ മമ്മൂട്ടിയാണ് നായകനെങ്കിലും സ്വപ്നയായിരുന്നു ഈ ചിത്രത്തിലെ ഹൈലൈറ്റ്. മമ്മൂട്ടിയുമായി രതിരംഗങ്ങൾ പങ്കുവയ്ക്കുന്ന അഭിസാരികയായി സ്വപ്ന തകർത്ത് അഭിനയിച്ച ചിത്രം. പിന്നീട് അവിടെ വരുന്ന യുവാവായ രാജ്കുമാർ ഒരു കാലത്ത് മലയാള സിനിമയിൽ തരംഗമായിരുന്നു. രാജ്കുമാറുമായി പ്രണയത്തിലാവുകയും രാജ്കുമാറുമൊത്ത് പുതിയ ജീവിതം തേടിപ്പോവുകയും ചെയ്യുന്ന അസാധ്യ കഥാപാത്രം. തൃഷ്ണയിൽ ഒരു പാട്ടുണ്ട്, തെയ്യാട്ടം ധമനികളിൽ മനസ്സിൽ രഥോത്സവം എന്ന പാട്ട്. രാജ്കുമാറും സ്വപ്നയും ആടിത്തിമിർത്ത പാട്ട്. ആ പാട്ടിൽ അത്യാവശ്യം തൻ്റെ ശരീര സൗന്ദര്യമൊക്കെ പ്രദർശിപ്പിച്ചു സ്വപ്ന. സ്വപ്നയുടെ ശരീര വടിവുകൾ ആ പാട്ടിൽ വ്യക്തമായിരുന്നു. മഴ നൃത്തമായിരുന്നു അത്. സ്വപ്ന അതിൽ ഒരുപാട് ഇഴുകിച്ചേർന്നാണ് അഭിനയിച്ചത്. സ്വപ്നയുടെ നിതംബ ഭംഗിയും മാറിട വടിവുകളും ഒക്കെ ആ പാട്ട് രംഗത്തിൽ ഉണ്ടായിരുന്നു. തൃഷ്ണ വലിയൊരു വിജയമാകാൻ കാരണം സ്വപ്നയുടെ സാന്നിധ്യമാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. MTയും IV ശശിയും ഒരുമിച്ച ചിത്രമാണെങ്കിലും ആ ചിത്രത്തിലെ വിജയ ഫോർമുലയായിരുന്നു ഈ നടി. പിന്നീട് രതീഷും സ്വപ്നയും തമ്മിൽ ജോഡികളായി മാറി. രതീഷിൻ്റെ ഇഷ്ട ജോഡിയായി അവർ. സംഘർഷം എന്ന ചിത്രത്തിൽ PG വിശ്വംഭരൻ സംവിധാനം ചെയ്ത ബോളിവുഡ് ചിത്രങ്ങളെ വെല്ലുന്ന സംഘർഷം എന്ന ചിത്രത്തിൽ രതീഷിൻ്റെ ജോഡിയായി അവർ അരങ്ങേറ്റം കുറിച്ചു. പിന്നീട് അഹിംസ അടക്കമുള്ള ചിത്രങ്ങൾ. ആ ചിത്രങ്ങളൊക്കെ രതീഷും സ്വപ്നയും തമ്മിലുള്ള ജോഡികളുടെ രസതന്ത്രം വ്യക്തമാക്കുന്ന ചിത്രങ്ങളായിരുന്നു. രതീഷും സ്വപ്നയും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്ന് അക്കാലത്തെ പ്രമുഖ സിനിമാ മാധ്യമങ്ങൾ എഴുതിയതും ചരിത്രം. സ്വപ്നയിൽ ഒരു അഭിനേത്രി ഉണ്ടെന്ന് തെളിയിച്ചത് ബക്കറാണ്. ബക്കർ സംവിധാനം ചെയ്ത പ്രേമലേഖനം എന്ന ചിത്രം. സോമൻ്റെ നായികയായി സ്വപ്ന അഭിനയിച്ചു. ബഷീറിൻ്റെ പ്രേമലേഖനം എന്ന കഥയെ ആസ്പദമാക്കി എടുത്ത ചിത്രമായിരുന്നു അത് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല. മോഹൻലാലിൻ്റെ നായികയായി കടത്തനാടൻ, അമ്പാടിയിലൊക്കെ പിന്നീട് സ്വപ്ന വന്നു.
പിന്നീട് സ്വപ്ന സിനിമാ രംഗത്ത് നിന്ന് മാറുന്ന കാഴ്ചയാണ് കണ്ടത്. രാമൻ ഖന്നെ, ബിസിനസ്സുകാരനായ രാമൻ ഖന്നെ വിവാഹം കഴിച്ചു. അവർ പിന്നീട് ഒരുപാട് ഇവൻറ്റുകൾ സംഘടിപ്പിച്ചു. ഇന്ന് മുംബൈയിൽ ഏറ്റവും പ്രശസ്തമായ ഇവൻറ്റുകൾ സംഘടിപ്പിക്കുന്നത് അവരാണ്. സ്വപ്ന പഴയകാലം ആലോചിക്കാറുണ്ടോ എന്ന് അറിയില്ല. മഹാനദികളുടെയും മഹതികളുടെയും ഉത്ഭവകാലം തിരക്കരുത് എന്നാണ് ചൊല്ല്. മഹാനദികളുടെയും മഹതികളുടെയും ഉത്ഭവകാലം തിരക്കരുത്. അങ്ങനെ തിരക്കാൻ സിനിമാ കേരളയ്ക്ക് ഇഷ്ടവും ഇല്ല. പക്ഷേ ഒരു കാലത്ത് അവരൊരു തരംഗമായിരുന്നു. സ്വപ്ന സുന്ദരി തന്നെയായിരുന്നു. രതീഷിന് മുമ്പിൽ സ്വപ്ന ഉടുതുണി ഉരിയാതിരുന്നോ എന്നുള്ള വിവാദങ്ങളിലേക്ക് കടക്കുന്നില്ല സിനിമാ കേരള ഇപ്പോൾ. പക്ഷേ ഒരു കാലത്തെ പ്രേക്ഷകരെ കോൾമയർ കൊള്ളിച്ച നായികയായിരുന്നു അവർ.